ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പറ്റി അപവാദം പറഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? ഇത്തരം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സത്യവിശ്വാസിനിയായിട്ടുള്ള അതുപോലെ സത്യവിശ്വാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അപവാദം തന്നെ പ്രചരിപ്പിക്കുക എന്നുള്ളത് വളരെ തെറ്റായ കാര്യമാണ്. ചില ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. അതൊക്കെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അല്ലാഹു തആല സൂറത്തുന്നൂറിലെ 19-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇന്നല്ലദീന യുഹിബ്ബൂന, തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്താ ഇഷ്ടപ്പെടുന്നവര്? അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു, സത്യവിശ്വാസികൾക്കിടയിൽ ഈ ദുഷിച്ച പ്രവർത്തനം, ദുഷിച്ച കാര്യം അത് പ്രചരിക്കുന്ന ആ സംഗതി പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുക. അങ്ങനെ കുറെ ആളുകളുണ്ട്. ആ ആളുകൾക്ക് ലഹും അദാബുൻ അലീം, വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ടായിരിക്കും. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും ഉണ്ടാകും എന്നാ പറയുന്നത്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സത്യവിശ്വാസിനിയായിട്ടുള്ള ഈമാനുള്ള ഒരു സഹോദരി, പരിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ഒരു സഹോദരിയുടെ മേലെ അപവാദം ആരോപിക്കുക എന്നുള്ളത്, സഹോദരങ്ങളെ, അത് ദുനിയാവിലും ശിക്ഷയുണ്ട്, ആഖിറത്തിലും ശിക്ഷയുണ്ട്. സൂറത്തുന്നൂർ 24-ാം അധ്യായത്തിലെ 23-ാം സൂക്തം പറയുന്നത്, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത് ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ വലഹും അദാബുൻ അളീം. തീർച്ചയായും സത്യവിശ്വാസിനികളായ പതിവ്രതകളായിട്ടുള്ള സംശുദ്ധ ജീവിതം നയിക്കുന്നവരായ സഹോദരിമാരുടെ മേല് അപവാദം ആരോപിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത്, അത്തരം ആളുകളെ ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും, ഭൗതിക ലോകത്തും പാരത്രിക ജീവിതത്തിലും ശപിക്കപ്പെട്ടിരിക്കുന്നു, ശാപം അവർക്കുണ്ടാകുന്ന. വലഹും അദാബുൻ അളീം, ശാപം മാത്രമല്ല വമ്പിച്ച ശിക്ഷയും അവർക്കുണ്ടായിരിക്കും എന്ന് മാത്രമല്ല, തുടർന്ന് അല്ലാഹു തആല പറയാൻ, യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചിരുന്നത് കാരണം അവരുടെ നാവുകൾ, അവരുടെ കൈകൾ, അവരുടെ കാലുകൾ അവർക്ക് എതിരായിക്കൊണ്ട് സാക്ഷി പറയുന്ന ദിവസം. സഹോദരങ്ങളെ, അവരുടെ കൈകൾ, അവരുടെ കാലുകൾ, അവരുടെ നാക്കുകൾ ഒക്കെ അവർക്കെതിരായി സംസാരിക്കും. എന്നിട്ടോ യൗമഇദിൻ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ് വയഅലമൂന അന്നല്ലാഹു വൽ ഹഖുൽ മുബീൻ. ആ യൗമഇദിൻ, അന്നേ ദിവസം, ആ ഖിയാമത്ത് നാളിൽ വെച്ച്, യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്, അവർക്ക് അവരുടെ ആ ചീത്ത പ്രവർത്തനങ്ങൾക്ക് അർഹമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള പ്രതിഫലം അവർക്ക് നൽകും. എങ്ങനെ നൽകും? യുവഫീഹുമുല്ലാഹ, പൂർണ്ണമായിട്ടത് നൽകും എന്നുള്ളതാ അവരുടെ യഥാർത്ഥത്തിൽ അവരർഹിക്കുന്ന കൂലി. എന്നിട്ടോ വയഅലമൂന, ആ സന്ദർഭത്തിൽ അവർ നന്നായി മനസ്സിലാക്കും, അന്നല്ലാഹു വൽ ഹഖുൽ മുബീൻ, നിശ്ചയം അല്ലാഹു യഥാർത്ഥത്തിലുള്ള സത്യം തന്നെയാണ് എന്ന് അവർ അന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോ ഈ സത്യവിശ്വാസിനിയായിട്ടുള്ള സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അപവാദം പറയുക എന്നുള്ളത് ഗുരുതരമായ പാപമാണ്,
വലിയ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സബഉൽ മൂബിഖാത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ സൂക്തങ്ങളിൽ അല്ലാഹു തആല പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ശാപമുണ്ട്, കഠിനമായ ശിക്ഷ അവർക്കുണ്ട് എന്നുള്ളതാണ്. അവരുടെ നാവ്, അവരുടെ കൈയും കാലുമൊക്കെ അവർക്കെതിരായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയും എന്നുള്ളതാണ് സഹോദരങ്ങളെ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെങ്കിലോ, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدا ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. അതായത് ഇസ്ലാമിക ശരീഅത്ത് നിലനിൽക്കുന്നൊരു പ്രദേശത്താണ് ഇങ്ങനെ പതിവ്രതകളായിട്ടുള്ള സംശുദ്ധ ജീവിതം നയിക്കുന്ന നിരപരാധികളായിട്ടുള്ള സത്യവിശ്വാസിനികളുടെ മേൽ ഇങ്ങനെ ലൈംഗിക അപവാദം ആരോപിക്കുന്നതെങ്കിൽ, എന്നിട്ടോ ആ ആരോപിക്കുന്ന ആള് 4 സാക്ഷികളെ അതിന് കൊണ്ടുവരികയും ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് അവിടുത്തെ കാളി ചെയ്യേണ്ടത്? അവിടുത്തെ ഭരണാധികാരി എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയാ, ഫജ്ലിദൂഹും 80 ജൽദതൻ, 80 അടി അവരെ അടിക്കണം എന്നുള്ളതാ. മാത്രമാണോ, വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ, അവരുടെ സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കാനും പാടുള്ളതല്ല. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാകുന്നു അധർമ്മകാരികൾ, ഫാസിഖീങ്ങളാകുന്നു അവർ എന്നാണ്. പക്ഷേ തൗബ ചെയ്തുവെങ്കിലോ, അപവാദം പറഞ്ഞ പിന്നെ തൗബ ചെയ്തു മടങ്ങിയാലോ, എന്നാൽ പിന്നെ അവർക്ക് ആ ശിക്ഷ നൽകേണ്ടതില്ല എന്നുമാണ് തുടർന്ന് പറയുന്നത്. അപ്പോൾ ഗുരുതരമായ കുറ്റമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരാളുടെ മേലും ഇങ്ങനെ അപവാദം, ആരോപണം നടത്തിക്കൂടാ എന്നാണ് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനെ അപവാദത്തിന് ഇരയായിട്ടുള്ള, ആരോപണങ്ങൾക്ക് ഇരയായിട്ടുള്ള സഹോദരി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകമായ പ്രാർത്ഥനയില്ല എങ്കിലും അള്ളാഹുവിനോട് നിരന്തരം ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് അള്ളാഹിനോട് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു തരണം എന്ന് അവർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അള്ളാഹുവിലേക്ക് നിരന്തരം കൈകൾ ഉയർത്തി മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക, അതാണ് അവർ ചെയ്യേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു